വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചാനലിൽ ഓവുലേഷൻ്റെ 8, 9, 10 ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ്റെ 10th ഡേ വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു കുട്ടി കൺസീവ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതിനോടകം ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു ഡോക്ടറല്ല, ഡോക്ടറുടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ മെഡിസിൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചാനലിൽ സംസാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ, ഫുഡ് ഹാബിറ്റിൽ വ്യത്യാസം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. അത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകൾ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലൈഫ് സ്റ്റൈലിലും കൂടി ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ നടത്താവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ കഴിയുന്ന രീതിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ഉണ്ട്. ആ ലൈവ് സെഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ ചാനൽ മെമ്പേഴ്സിന് മാത്രമുള്ള ലൈവ് സെഷൻ ഒന്നും അല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാം. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ കൂടി കിട്ടില്ല. ഒരു അഡ്വൈസ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് നടക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാകും. ഈ ഒരു ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും ഒക്കെ ദിവസങ്ങളിലാണ് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയം. ഈ സമയങ്ങളിൽ നിങ്ങൾ ശിശുപാല യോഗ പോസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ശിശുപാലാസന യോഗ പോസ് എന്നാണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത്. നമ്മളൊരു കുഞ്ഞി കുട്ടീനെ കയ്യിലെടുക്കുന്നത്, പൊടിക്കുഞ്ഞിനെയൊക്കെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ 2 കൈകൾക്ക് ഇടയിൽ ഹോൾഡ് ചെയ്തിട്ടല്ലേ നമ്മൾ കുഞ്ഞിനെ കിടത്തുള്ളൂ. ഈ രീതിക്കാണ് നമ്മൾ ഈ ശിശുപാലാസന ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കുഞ്ഞിനെ എടുത്ത് പിടിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാല് എടുത്ത് പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇരിക്കുക, ചമ്രം പടിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ഇല്ലേ, അങ്ങനെ നമ്മൾ നിലത്ത് ഇരിക്കാനായിട്ട് നോക്കുക. ശേഷം ഒരു കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുക്കുന്നത് പോലെ നമ്മുടെ ഒരു കാല് പൊക്കിയിട്ട് നമ്മുടെ കൈമുട്ടിന്റെ അവിടെ ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല. ശിശുപാലാസന യോഗ പോസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കാലെടുത്തിട്ട് നമ്മുടെ ആ കൈയുടെ ഇടുക്കിലോട്ട് വെച്ചിട്ട് ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ ആട്ടി ഉറക്കുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ കാലിനെ ഇങ്ങനെ അനക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു 10 മിനിറ്റ്സ് എങ്കിലും കുറഞ്ഞത് നമ്മൾ ഈ ഒരു കാലിൽ നിങ്ങൾ ചെയ്യുക. ഈ സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യണം, ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ടും നോക്കണം. ശേഷം ആ കാല് താഴെ വെച്ചിട്ട് നമ്മൾ അടുത്തൊരു കാല് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈയുടെ ആ ഇടുക്കിലോട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു കുഞ്ഞിനെ നമ്മൾ പുന്നാരിപ്പിക്കുന്നത് പോലെ, ആട്ടി ഉറക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ അപ്പുറത്തെ കാലും ഇതുപോലെ തന്നെ ഇങ്ങനെ പയ്യെ അനക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ നമ്മൾ പറയുന്നത് ബേബി ഹോൾഡിംഗ് പോസ് ആയിട്ടാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് സീറ്റഡ് ആയിട്ടുള്ള ഒരു യോഗ പോസ് ആണ്. സീറ്റഡ് യോഗ പോസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു യോഗ പോസ് ആണ് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ നടു നന്നായിട്ട് നിവർത്തിയിട്ട് വേണം ഈ ഒരു യോഗ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാൻ. കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വേണം ഇരിക്കാൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ബെഡിലോട്ട് കയറി ഇരിക്കാം, അല്ലെങ്കിൽ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു പോസ് ചെയ്യുന്നവർക്ക് ഇപ്പൊ ഞാൻ ഈ ഇമേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഹിപ്പിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഒരു വജൈനൽ പോർഷനിലൊക്കെ ഒന്ന് വികസിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഈ ഒരു വികാസമാണ് നമുക്ക് ശരിക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വേണ്ടത്. നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും പ്രഗ്നൻസി കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഈ ശിശുപാലാസന ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിപ്സ്, തൈസ് എന്നൊക്കെ സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓവുലേഷൻ എംബ്രിയോയിലോട്ടുള്ള ഫെർട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ HCGയുടെ ലെവൽ നന്നായിട്ട് കൂടുകയും എംബ്രിയോ നന്നായിട്ട് നറിഷ് ആവുകയും അതുപോലെ പെട്ടെന്നുള്ള പ്ലസന്റ ഫോർമേഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് കഴിവതും ഇത്തരത്തിലുള്ള യോഗ പോസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും ഹിപ്പിനെയും സ്പൈനിനെയൊക്കെ റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ടും
സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ലോവർ ബാക്കിന് ഇഷ്യൂസ് ഉള്ള ആളുകൾ, ഷോൾഡർ പെയിൻ ഉള്ള ആളുകൾക്കൊക്കെ അതൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടും ആ പെയിനൊക്കെ ഒന്ന് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹെഡ് ഏക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതും മൈൻഡ് റിലാക്സ് ആക്കിയിട്ട് വെക്കുന്നത് നമ്മളുടെ സ്ട്രെസ് ഒക്കെ നന്നായിട്ട് ബേൺ ചെയ്തിട്ട് നമ്മൾ ബോഡി നന്നായിട്ട് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് യൂട്രസിന്റെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി പീരിയഡ്സ് ആകുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദനയിലൊക്കെ കൂടിയിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ ആ പെയിനൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യോഗ പോസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പീരിയഡ് സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ പൊക്കി പിടിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം നമ്മൾ കൃത്യമായിട്ടൊരു ടിപ്പ് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്, യോഗ പോസ് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ പീരിയഡ് സമയത്ത് എന്തെങ്കിലും അസഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തളർച്ചയുമൊക്കെ ഉണ്ടാകുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോൺസ്റ്റിപ്പേഷന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട്, മോഷനൊക്കെ ക്ലിയർ ആയിട്ട് പാസേജ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൈജഷൻ നന്നായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ബോഡിയിൽ ടോക്സിൻസ് ക്രിയേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ദഹനം പ്രോപ്പർ ആയിട്ട് നടക്കാത്ത ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസും നന്നായി കൂടുതലാണ് കേട്ടോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് പരിഹരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല. മോഷൻ പോകുന്നതും ഫെർട്ടിലിറ്റി തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു കണക്ഷൻ ഉണ്ട്. കാരണം നമുക്ക് കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ ബോഡിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് ഇൻഡയറക്ട്ലി തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാകും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബേബീനെ എടുത്ത് ഹോൾഡ് ചെയ്യുന്ന പൊസിഷനിൽ നമ്മുടെ ശരീരം അനങ്ങുന്ന സിറ്റുവേഷനിൽ അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് ആ ഫാറ്റിന്റെ പ്രവർത്തനം മൂലം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ പലതും സപ്രസ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസും കൂടും. അപ്പോൾ അടിവയറിന്റെ ഭാഗത്തും തൈസിന്റെ ഭാഗത്തും ആമിന്റെ ഭാഗത്തും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫാറ്റ് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പല ആളുകളും പറയുന്നുണ്ട് ചേച്ചി ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വേറെ ഒന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ കുഞ്ഞതായിട്ട് വിട്ട് കളയുന്ന കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഫാറ്റ്, വെയിറ്റ് കൂടുതൽ, ഇതൊക്കെയാണ് പലർക്കും പ്രഗ്നൻസി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു യോഗ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു ഹിപ്പിന്റെ ഭാഗമൊക്കെ ഒരുപാട് അങ്ങോട്ട് ജെർക്കിങ് എഫക്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ആയാസം ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ്. വർക്കൗട്ട്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഓക്കെയാണ്, അവിടെയൊക്കെ നല്ലോണം സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു യോഗ പോസ് ചെയ്യാത്ത ആൾക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് വെക്കുന്നത് പോലുള്ളൊരു യോഗ പോസ് നമ്മൾ ചെയ്തിട്ട് പയ്യെ ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസം മുതൽ ഇടുപ്പിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വേദന വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എക്സസൈസ് നിർത്തി കളയരുത്. നിങ്ങൾ ചെയ്യുന്നതിന്റെ അളവൊന്ന് കുറച്ച് കൊണ്ടുവരിക. അതായത് ഏറ്റവും ആദ്യം ആ ഒരു യോഗ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു 5 മിനിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. 5 മിനിറ്റ് ട്രൈ ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 3 ദിവസം ഈ 5 മിനിറ്റ് തന്നെ ബാലൻസ് ആക്കി കൊണ്ടുപോവുക. അതിനുശേഷം പയ്യെ 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെയൊക്കെ കൂട്ടാനായിട്ട് നോക്കുക കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ 15 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിപ്പിന് പെയിൻ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓവുലേഷന്റെ 8, 9, 10 ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ ഈ യോഗ പോസ് ചെയ്തിട്ടില്ലെങ്കിലും നേരത്തെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ബോഡി ആ ഒരു എക്സസൈസ് ആയിട്ട് യൂസ്ഡ് ആവുകയും ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ബോഡി പെയിനോ ഡിസ്കംഫോർട്ടോ ഒന്നും ഇല്ലാതെ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമുക്ക് വേറെ എഫോർട്ട് ഒന്നും എടുക്കാത്തത് കൊണ്ട് കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് നോക്കുക. ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിലായിരിക്കണം. കാരണം അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസ് കൂടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അടിവയറ് കൊളുത്തി പിടിക്കാനും നീര് വീഴാനും ഒക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് നോക്കുക. 1 ടൈം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഒരു 30 മിനിറ്റ്സോളം ഓരോരോ വർക്കൗട്ട്സ് നിങ്ങൾ എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ലെഗ് അപ്പ് ദ വാൾ ഒരു 5 മിനിറ്റ്, ബട്ടർഫ്ലൈ എക്സസൈസ് ഒരു 5 മിനിറ്റ്, അതുപോലെ ബ്രിഡ്ജ് പോസ്, മാലാസന വോക്ക് എക്സസൈസ്, അങ്ങനെ ഓരോ എക്സസൈസ് നിങ്ങൾ 5 മിനിറ്റോ 10 മിനിറ്റോ കൂടി ചെയ്യാനായിട്ട് നോക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഹസ്ബൻഡിനും ഈ ഒരു യോഗ പോസ് ചെയ്യാവുന്നതാണ്. ബെനിഫിറ്റുകൾ ഉണ്ടാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.